മന്ത്രിസഭാ വകുപ്പ് വിഭജനം ഏതാണ്ട് പൂർത്തിയായി. ഗവർണർക്ക് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ എന്നുള്ള കാര്യം വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനും കൂടുതൽ ലഭിക്കും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയെക്കുറിച്ച് പറയാൻ നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുന്നു. ശ്രീജിത്ത്, പറയൂ വിശദാംശങ്ങൾ. SKN വി ഡി സതീശൻ മന്ത്രിസഭയുടെ മുന്നിലെ ആദ്യ വെല്ലുവിളിയായിരുന്ന വകുപ്പ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. വകുപ്പ് വിഭജനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട ഫയൽ ഗവർണർക്ക് ലോക്ഭവനിൽ സമർപ്പിച്ചിരിക്കുന്നു. അതിൽ ആർക്കൊക്കെ എന്തൊക്കെ വകുപ്പുകളാണെന്ന കാര്യത്തിൽ വ്യക്തത വരുന്നത് ഗവർണർ ഈ പട്ടിക അംഗീകരിച്ച് ചീഫ് സെക്രട്ടറിക്ക് കൈമാറി ചീഫ് സെക്രട്ടറി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോടെയാണ്. ഗവർണറുടെ അനുവാദത്തോടെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജ്ഞാപനമായി പുറത്തിറങ്ങുമ്പോഴാണ് അന്തിമമായി തീരുമാനിക്കപ്പെടുക. എന്തായാലും പുറത്തു വരുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനം, ഒപ്പം തന്നെ തുറമുഖമടക്കമുള്ള വകുപ്പുകൾ കയ്യിൽ വെക്കും. ഒപ്പം തന്നെ GAD അടക്കമുള്ള വകുപ്പുകളും വി ഡി സതീശൻ തന്നെയായിരിക്കും ഭരിക്കാൻ പോകുന്നത്. ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളാണ് മന്ത്രിസഭയിലെ ഏറ്റവും സീനിയറായ നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തല കൈവശം വെക്കാൻ പോകുന്നത്. റവന്യൂ മന്ത്രിയായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് വരുന്നത്. ആരോഗ്യവകുപ്പ് കെ മുരളീധരനാണ്. എന്നാൽ കെ മുരളീധരന് നൽകുമെന്ന് പറയപ്പെട്ടിരുന്ന ദേവസ്വം വകുപ്പിൽ ചെറിയ മാറ്റമുണ്ട്. ദേവസ്വം വകുപ്പ് AP അനിൽകുമാറിന് നൽകിയേക്കുമെന്നുള്ള നൽകി എന്ന വിവരമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിസഭയിലെ ബേബിയായ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായ OJ ജനീഷിന് നൽകും. യുവജനകാര്യ വകുപ്പിന് പുറമെയാണ് തൊഴിൽ വകുപ്പ് OJ ജനീഷിന് നൽകാൻ ധാരണയായിരിക്കുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി ഗവർണറുടെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറിക്ക് ഫയൽ കൈമാറും. വൈകുന്നേരത്തോടെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജ്ഞാപനമായി ഇറങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.